ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ 24-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വേറൊരു ശ്ലോകം കൂടി ഉണ്ട്. പ്രഹ്ലാദചരിതം നാരായണീയത്തിലെ 2 ദശകങ്ങളിൽ മനസ്സിനെ ഏറ്റവും അധികം സ്പർശിക്കുന്ന രീതിയിലുള്ള അത് 25-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. 25-ാമത്തെ ദശകത്തിൽ നമുക്കറിയാം അതിഗംഭീരമായിട്ട് മേൽപ്പത്തൂര് നാരായണീയത്തിൽ നരസിംഹാവതാരം എന്ന് പറയുന്ന പ്രകരണം ഗംഭീരമായിട്ട് തന്നെയാണ് അല്ലേ. ഭഗവാന്റെ ആ ക്രോധം, സ്വരൂപം, ഭഗവാന്റെ പരാക്രമം ഒക്കെ എത്ര പ്രൗഢഗംഭീരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്നുള്ളതിന് വാക്കുകളില്ല. അത് കഴിഞ്ഞ് 9-ാമത്തെ ശ്ലോകത്തിൽ എത്തുന്ന സമയത്ത് ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം എന്നാണ് പറയുന്നത്. അതുവരെ ഭഗവാൻ ആ ക്രോധത്തോടു കൂടിയുള്ള ഭഗവാന്റെ സ്വരൂപം, ഭഗവാൻ ആ ഹിരണ്യകശിപുവായിട്ടുള്ള യുദ്ധം, ആ വധം, അതേപോലെ മറ്റുള്ള അസുര സൈന്യത്തിനെ വധിക്കുന്നത്, അവരോടുള്ള യുദ്ധം, ഇതൊക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ആ ബ്രഹ്മാദിദേവന്മാര് പേടിച്ച് വറച്ച് അവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ സ്തുതിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ പ്രത്യേകം കാണും അത്. എല്ലാവരും ഒരു ശ്ലോകം പറഞ്ഞിട്ട് അവിടുന്ന് ഓടുന്നതാ കാണുക. അത്ര ക്രോധത്തിൽ ഇരിക്കുകയാണ് ഭഗവാൻ, ഉഗ്രമൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. ഭഗവാൻ എന്തുകൊണ്ടും ശാന്തനാവണില്ല എന്ന് കാണുമ്പോൾ ബ്രഹ്മാവ് ആ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദനോട് പറയുകയാണ്, ചെല്ലു, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലു. ആ പ്രഹ്ലാദന് യാതൊരു ഭയവും ഇല്ല എന്നാണ് അല്ലേ. തനിക്ക് വേണ്ടി വന്നതാണ് ഭഗവാൻ, തൻ്റെ ഭഗവാനാണ്, എന്തിനാ ഞാൻ പേടിക്കണത് അല്ലേ. ആ ലോകം മുഴുവൻ അവിടെ വിറയ്ക്കണ സമയത്തും ആ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദന് യാതൊരു പേടിയുണ്ടായില്ല. ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്ന് തൊഴുത് നമസ്കരിച്ചപ്പോൾ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ അവിടെ പറയുകയാണ്, പെട്ടെന്ന് അങ്ങോട്ട് കാരുണ്യഭാരാകുല, പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു എന്നാണ്. അതുവരെ ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ നിൽക്കണ ആ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു. ആ പ്രഹ്ലാദനെ അങ്ങോട്ട് അടുത്ത് കണ്ട സമയത്ത് തൻ്റെ പാദത്തിൽ തൻ്റെ ആ ഉണ്ണി വന്നങ്ങോട്ട് നമസ്കരിച്ചത് കണ്ടപ്പോൾ വേഗം ആ കാരുണ്യഭാവം അങ്ങോട്ട് വന്നു എന്നാണ് നരസിംഹമൂർത്തിക്ക്. ആ ഉണ്ണി അങ്ങോട്ട് എടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് തലയിൽ കൈ തലോടിയും കൊണ്ട് അല്ലേ, ആ രീതിയിൽ അവിടെ പ്രഹ്ലാദൻ്റെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി ഭാഗവതത്തിൽ അവിടെ ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഭാവം. നരസിംഹമൂർത്തിയുടെ ഉഗ്രസ്വരൂപമാണ് നമുക്ക് എല്ലാവർക്കും പരിചയം. പക്ഷേ ഈ ഒരു ശ്ലോകത്തിലുള്ള ആ ഭാവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നമുക്ക് മനസ്സിന് കുളിർമ തരണ ആ ഭാവം. ആ പ്രഹ്ലാദനെ അങ്ങോട്ട് കാണുമ്പോഴേക്കും ആ ഭാവം അങ്ങോട്ട് മാറണ, എല്ലാം അലിയണ ആ ഒരു ഭാവം ഉണ്ടല്ലോ. ആ നരസിംഹമൂർത്തിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.